വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ യുവ കർഷകനുള്ള അവാർഡ് നേടിയ ജിനു മാമൻ പൊയ്കയിലിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടത്തിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കൃഷികൾ, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ജിനു ബേസിക്കലി എന്താ ചെയ്യുന്നത്? ഞാൻ ബേസിക്കലി ഒരു പ്രവാസിയാണ്. എവിടെയാണ്? ഞാൻ ദുബൈയിലാണ്. ഓക്കെ. എന്താണ്, ഏത് മേഖലയിലാണ്? ഞാൻ ഷിപ്പിങ്ങിലാണ്, ലോജിസ്റ്റിക്സിലാണ്. ഞാനൊരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഹെഡാണ്. ഇവിടെ ഇപ്പോൾ എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്? ഇവിടെ ഏകദേശം 3 ഏക്കർ സ്ഥലത്ത്. അപ്പോൾ ഈ കൃഷി ചെയ്യാനുള്ള ഒരു സമയം എങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങൾ അവിടെ പ്രവാസിയായിരിക്കുകയും ചെയ്യുന്നുണ്ട്, ഇവിടെ കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ ജോലിയുടെ ഒരു പ്രത്യേകത, ഞാൻ എപ്പോഴും ട്രാവലാണ്. അപ്പോൾ എനിക്ക് ഇന്ത്യയിലും ഓഫീസുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ഇന്ത്യയിൽ വരാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ മാസത്തിൽ ഏകദേശം 10-15 ദിവസത്തോളം ഞാൻ നാട്ടിലുണ്ട്. സ്ഥിരമായിട്ട് എനിക്ക് വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ഓൺ ഡ്യൂട്ടി തന്നെ ഇവിടെ നമ്മുടെ ഓൺ ഡ്യൂട്ടി തന്നെ. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സമയം കണ്ടെത്തി ചെയ്യും. ഓക്കെ. രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ. ശരി. ഇതിപ്പോൾ ശരിക്കും ഏതാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ? എവിടെ? ഇത് വടശ്ശേരിക്കര പഞ്ചായത്തിൽ ഇടത്തറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇടത്തറ. ഇതൊരു കൃഷി പ്രദേശമാണെന്ന് തോന്നുന്നു അല്ലേ? ഇതൊരു കൃഷി പ്രദേശമാണ്. മലയോര മേഖല പോലെ തോന്നുന്നു. അതെ. ഇവിടെ നേരത്തെ റബ്ബറൊക്കെ ആയിരുന്നു. കൂടുതലും റബ്ബർ കൃഷിക്കാരാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മുടെ പൂർവികരൊക്കെ ഇത് റബ്ബറുമായിട്ടാണോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നത്? അതെ, റബ്ബറും കൃഷിയും കുറച്ച് കൃഷികളും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് പോകുമായിരുന്നു. അതെ. ഓക്കെ. ഇവിടെ പിന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കൃഷി രീതികൾ? ഏതൊക്കെയാണ് ഇവിടെ? മെയിനായിട്ട് ഫ്രൂട്ട് പ്ലാന്റുകളുണ്ട്. അതായത് അബിയു, വിയറ്റ്നാം എർലി പ്ലാവ്, വിവിധ തരങ്ങളിലുള്ള മാവ്, പിന്നെ കമുക്, കാസർഗോഡ് കുള്ളൻ എന്ന് പറയുന്ന കമുക്. അതാ ഒരു ഒറ്റ വെറൈറ്റിയേ ഉള്ളൂ? അതൊറ്റ വെറൈറ്റി കാസർഗോഡ് കുള്ളൻ. അത് ഏകദേശം ഒരു 500 മൂടോളം. 500 മൂടുണ്ടല്ലേ? അപ്പോൾ ഇത് പല ഏരിയയിലാണെന്ന് തോന്നുന്നല്ലേ? ഇത് 2 പ്ലോട്ടായിട്ടാണ്. 2 പ്ലോട്ട്. ഇതൊരെണ്ണം, അടുത്ത ഒരെണ്ണം. അതെ. ഇതിൽ മെയിനായിട്ട് അബിയു ആണ്. അവിടെ എന്താ ഉള്ളത്? അവിടെ കുരുമുളക്, കോഫി, അറബിക് കോഫി, കമുക്, ഡ്രാഗൺ ഫ്രൂട്ട്, അവോക്കാഡോ, ഇതുപോലെ മാവ്, വെറൈറ്റി സാധനങ്ങളാണ്. ഇവിടെ മെയിൻ അബിയുവും കമുകുമാണ്. പിന്നെ പ്ലാവ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? പ്ലാവുണ്ട്, വിയറ്റ്നാം എർലി പ്ലാവുണ്ട്. ഓക്കെ. എത്ര വർഷമായി ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്? എത്ര വർഷം? ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഈ തോട്ടം 1 വർഷം കഴിഞ്ഞു. 1 വർഷമായതേ ഉള്ളൂ. ഓക്കെ. ഫലം എടുക്കാറായില്ല? എല്ലാം കായ്ച്ചു തുടങ്ങി. അബിയൊക്കെ കായ്ച്ചു തുടങ്ങി. അബിയുവിലൊക്കെ കായായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 മാസത്തിന് മുകളിലായിട്ട് അബിയുവിൽ കായിട്ടുണ്ട്. പ്ലാവ് കായ്ച്ചു. എനിക്ക് പിന്നെ പീനട്ട് ബട്ടർ ഉണ്ട്. പീനട്ട് ബട്ടർ എപ്പോഴും കായ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ ഏത്തവാഴയുണ്ട്, കപ്പയുണ്ട്, കുറേ നമ്മുടെ നാടൻ കൃഷി സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് എനിക്കൊന്ന് ഈ കമുകാന്ന് തോന്നുന്നു. അതെ, കമുകാണ്. ഇതിന്റെ ഏതായിരുന്നു? ഇത് കാസർഗോഡ് കുള്ളൻ. അതെ. ഇപ്പോൾ കുള്ളൻ എന്ന് പറഞ്ഞാൽ അത് അത്രയും, അതായത് ഏകദേശം ഒരു 10-15 അടി ഹൈറ്റ് മാക്സിമം. അത്രേ വരത്തുള്ളൂ. 2ാം വർഷം കായ്ക്കും ഇത്. ഇതിപ്പോൾ എത്ര വർഷമായി? ഇതിപ്പോൾ 1 വർഷം, കറക്റ്റ് 1 വർഷമായത്. ഇത് 2ാം വർഷം കായമാണ്. ഇതിന് ലൈഫ് കൂടുതലാണ്. ഏകദേശം 20 വർഷത്തോളം ഇതിന് ലൈഫ് പറയുന്നുണ്ട്. 20 വർഷം നമുക്ക് അതായത്. പിന്നുള്ളത് ഇതാണ് അബിയു. ഇതിപ്പോൾ ഏകദേശം 1 മാസമായ കായാണ്. ഇത് 1 മാസമായ കായാണ്. ഇത് എത്ര വലിപ്പം വയ്ക്കും? ഇത് ഒരു കായ ഏകദേശം 500 ഗ്രാം വരും. 100 ഗ്രാം. ഒരു ഓറഞ്ചിന്റെ വലിപ്പം. അതെ, വലിയൊരു ഓറഞ്ചിന്റെ വലിപ്പം. ഇങ്ങനെയാണ് ഇത് പൂ ഉണ്ടാകുന്നത്. ഈ തണ്ടയിലാണ് ഇത് കായ്ക്കുന്നത്. തണ്ടിലാണ് ഇങ്ങനെ പൂ വരുന്നിട്ട് കായ ഉണ്ടാകുന്നത്. ഇത് ശരിക്കും ഒരു പാടമായിരുന്നു? ഇത് പാടമായിരുന്നു. പാടം വരമ്പ് തിരിച്ചാണ്. ഇത് ഏകദേശം ഒരു 14 വർഷത്തോളം കാട് മൂടി കിടന്നൊരു സ്ഥലമായിരുന്നു, കൃഷിയില്ലാതെ. ഞാനിത് വാങ്ങിച്ച് വൃത്തിയാക്കി കൃഷി ചെയ്താണ്. വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവുമോ? ഇല്ല, വെള്ളത്തിന് ക്ഷാമമില്ല. വേനൽക്കാലത്തും വെള്ളമുണ്ട്. ഞാൻ പിന്നെ ഇതിൽ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. ഫുള്ള് സ്പ്രിംഗ്ലറും എല്ലാമാണോ വേനൽക്കാലത്ത് തൈകളെല്ലാം നനയ്ക്കാൻ വേണ്ടി. അപ്പോൾ വെള്ളത്തിന്റെ ഒരു വിഷയം വരുന്നില്ല? വെള്ളത്തിന്റെ വിഷയമില്ല. കിണറുണ്ട്, നമുക്ക് വലിയൊരു കിണറുണ്ട് ഇതിൽ. ഇതെന്തിനാ ഈ ഇതിട്ടിരിക്കുന്നത്? ഈ ചാക്കല്ലേ? ഇത് മൾച്ചിങ് ഷീറ്റ് എന്ന് പറയും. ഇത് മെയിനായിട്ട് കാട് കയറാതിരിക്കാനാണ്. ഇത് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇത് ഫുള്ള് നോക്കി നടത്തുന്ന എനിക്കൊരു ആളുണ്ട് ഇവിടെ, ഫുൾ ടൈം ജോലി ചെയ്യുന്ന. പുള്ളിയുടെ പേര് സുനിൽ എന്നാണ്. അപ്പം അദ്ദേഹത്തിന് ഈ കാട് പറിക്കാൻ ഒത്തിരി കാടായി 2 പ്ലോട്ടൂടെ കാട് പറിക്കണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഷീറ്റ് വിരിച്ചാൽ കാട് കയറത്തില്ല. അതിനുവേണ്ടി ചെയ്തിരിക്കുകയാണ്. ഇത് പക്ഷേ എത്ര നാൾ കിടക്കും? ഇത് അവർ 10 വർഷമാണ് ലൈഫ് പറയുന്നത്. 5-8 വർഷമൊക്കെ കിടക്കും. അല്ല, ഇതുകൊണ്ട് നമുക്ക് മണ്ണിന് ബുദ്ധിമുട്ട് ഒന്നുമില്ല. വെള്ളമൊക്കെ താഴും. നല്ല മഴ പെയ്താൽ വെള്ളമൊക്കെ താഴും. ചെടിക്ക് പ്രശ്നം ഒന്നുമില്ല. നമ്മൾ വളം ഇടേണ്ടപ്പോൾ ഇത് നീക്കിയിട്ട് വളം ഇട്ട് കൊടുക്കും. തൈക്ക് വളം ഇട്ട് കൊടുക്കും. ഇത്തരം ചെടികളൊക്കെ അല്ലെങ്കിൽ ഇത്തരം ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ള എന്തായാലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ? തീർച്ചയായും. അതെന്താണ്? എനിക്കൊരു തോട്ടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറച്ചധികം റെഫർ ചെയ്തു എന്താണ് ചെയ്യുക എന്നുള്ളത്.
അപ്പോഴാണ് എനിക്ക് എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള അഗ്രോ ഫാം എന്ന് പറഞ്ഞ് ഫാമിംഗ് ചെയ്യുന്ന വിനോദ് എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടാനിടയായത്. പിന്നെ അദ്ദേഹമായിട്ട് കൺസൾട്ട് ചെയ്തു. അദ്ദേഹം ഇവിടെ വന്ന് സ്ഥലം കണ്ടു. സ്ഥലം കണ്ടിട്ടാണ് ഈ സ്ഥലത്തിന് പറ്റുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സും ഇതൊക്കെ അദ്ദേഹം പ്രിഫർ ചെയ്തതാണ്. ഇപ്പോൾ മാർക്കറ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളത്, പ്ലസ് നമ്മുടെ ഇവിടെ മണ്ണിനോട് ചേരുന്ന കൃഷി അതൊക്കെയാണ്. അങ്ങനെയാണ് ഒരു മിക്സഡ് രീതിയിലേക്ക് വന്നത്. ജിനു, ഇതെന്തായിരുന്നു? ഇത് പീനട്ട് ബട്ടർ. പിന്നെന്താ ഉള്ളത്? വാഴയൊക്കെ അവിടെ ഉണ്ട്. വാഴയുണ്ട്, കപ്പയുണ്ട്, പിന്നെ എനിക്ക് ഇടവിള കൃഷിയായിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ട്. ഈ നെറ്റൊക്കെ കെട്ടിയിരിക്കുന്നത് പയറ്, പാവല്, പടവലം ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ട്. കപ്പയൊക്കെ എത്ര നാളെ? കപ്പ ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ട കപ്പയാണ്. ആദ്യം ഞാൻ കപ്പ ഏകദേശം 150 മൂടോളം കപ്പയുണ്ട്. ഞാൻ 50,000 രൂപയുടെ കപ്പ ഇതിനകത്ത് നിന്ന് വിറ്റു ഓൾറെഡി. ഇതിപ്പോൾ രണ്ടാമത്തെ ഇത് 6 മാസത്തിൽ വിളയുന്ന കപ്പയാണ്. 6 മാസ കപ്പ. 6 മാസ കപ്പ. ഇത് പല ടൈപ്പ് ഉണ്ടല്ലോ. അത് അതെ. ശരിക്കും ഇതിൻ്റെ ഈ വളപ്രയോഗം എങ്ങനെയാണ്? അത് മാത്രമല്ല, ഇതിൻ്റെ ഇടവിളയായിട്ട് ചെയ്യുന്ന ബാക്കി കൃഷിക്കൊക്കെ ഏത് തരത്തിലുള്ള വളപ്രയോഗമാണ് ചെയ്യുന്നത്? നമ്മൾ കൂടുതലും ചാണകവും വേപ്പിൻ പിണ്ണാക്കാണ്. രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ മൊത്തം ജൈവം രീതിയിലാണ്, ഓർഗാനിക് സെറ്റപ്പിലാണ്. ചാണകം, പഞ്ചാമൃതം എന്ന് പറയുന്നത് ചാണകവും ശർക്കരയും പിണ്ണാക്കും കൂടെ കലക്കിയിട്ട് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ അതാണ് മെയിനായിട്ട് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ വർഷത്തിൽ 3 പ്രാവശ്യം 3-4 പ്രാവശ്യം ചാണകം, ഡയറക്റ്റായിട്ട് ചാണകം ഇട്ട് നമ്മൾ മണ്ണിൽ. അത് ശരിക്കും സത്യത്തിൽ നമ്മുടെ കൃഷിക്ക് അത് മതിയാവും. അത് മതിയാവും അല്ലേ? കാരണം രാസവളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. രാസവളം ഇല്ലാതെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഞാൻ വളരെ പുഴുക്കേട എന്തെങ്കിലും ഉള്ളപ്പോൾ മാത്രമാണ് പുഴുവിനുള്ള എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു രാസവളങ്ങളും ഞങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കാറില്ല. ഓക്കെ ജിനു, ഇത് ജിനുവിന്റെ മക്കൾ? എൻ്റെ മക്കള്. ഇത് മൂത്തവൻ ആരോൺ, ഇത് ഇളയവൻ ആശിഷ്. മോൻ എന്താ പഠിക്കുന്നത്? മൂത്ത ആള്? ഞാനാണെങ്കിൽ സിറ്റാഡിലാണ് പഠിക്കുന്നത്. സിറ്റാഡിൽ ഏത് ക്ലാസ്സിലാണ്? 8ൽ. മോനോ? 5ൽ. പപ്പാടെ കൂടി ഇങ്ങനെ കൃഷിക്കൊക്കെ ഇറങ്ങാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്യോ? അവന് കൃഷി ഭയങ്കര താല്പര്യമാണ്. അതെ. അവനോ? മൂത്താൾക്കോ? അവന് കുറച്ച് വലിയ താല്പര്യം ഇല്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു കൃഷിക്കാരനാവണം കേട്ടോ. എല്ലാവരും കാനഡ, അമേരിക്കയിലൊക്കെ ചാടാൻ നിൽക്കുക. അപ്പം ഇവിടെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? കേട്ടോ, ഇവനിലാണ് എൻ്റെ പ്രതീക്ഷ കൃഷിയിൽ. ജിനു, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ജിനുവിൻ്റെ രണ്ടാമത്തെ പ്ലോട്ടിലാണ് അല്ലേ? അതെ, ഇത് രണ്ടാമതാണ്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ കൃഷിയാണ് ഉള്ളത്? ഇവിടെ കുരുമുളക്, അറബിക് കോഫി, കമുകൊണ്ട്, താഴെ കണ്ടതുപോലെ തന്നെ കുള്ളൻ കമുക്. അറബിക് കോഫി എന്ന് പറയുന്നത് സാധാ കോഫി തന്നെ, അതിന്റെ വേറൊരു പേരാണോ? അല്ലെങ്കിൽ ഇത് വേറൊരു വെറൈറ്റി കോഫിയാണ്. ഇത് മെയിൻലി ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. സാധാരണ അത് നമ്മുടെ നാട്ടിലെ ഈ കാപ്പി തന്നെയാണോ? അതിന്റെ ആ വലിപ്പമൊക്കെ അതുപോലൊക്കെ തന്നെ? അതുപോലൊക്കെ തന്നെയാണ്. ഇതിന്റെ കുരു കണ്ടാൽ നമ്മുടെ നാട്ടിലെ റോബസ്റ്റ കുരു എന്ന് പറയാം, അതുപോലൊക്കെ തന്നെ ഇരിക്കും. പിന്നെ ഈ PVC നാട്ടിയിരിക്കുന്നത് മുഴുവൻ നമ്മുടെ ഇതിനു വേണ്ടിയാണ്, കുരുമുളകിന് വേണ്ടിയാണ്. ഈ കുരുമുളക് ഏത് ടൈപ്പാ? ഇത് തെക്കനുണ്ട്, വേറെ 1-2 വെറൈറ്റി അങ്ങനെയുള്ള. നമ്മുടെ നാട്ടിൽ വളരുന്ന സാധാരണ കുരുമുളക് തന്നെയാണ് ഇത്. അതല്ലേ? അതെ. ഓക്കെ. മറ്റേ കുറ്റിക്കുരുമുളക് വേറെ ഉണ്ടോ? കുറ്റിക്കുരുമുളക് വേറെ ഉണ്ട്, അവിടെയുണ്ട്. ശരി. ഇതിപ്പം ഇത്രയും ഹൈറ്റ് വരുമോ? ഇത് ഇത്ര ഹൈറ്റ് മുകളിൽ വന്നിട്ട് ഇത് കൊടി താഴേക്ക് തിരിച്ച് ഇറങ്ങും. അതിനുവേണ്ടിയാണ് മറ്റേ കമ്പി ഇട്ടിരിക്കുന്നത്. ഇത് എത്ര അടി ഹൈറ്റ്? ഇത് ഒരു PVC പൈപ്പിന്റെ ലെങ്ത് ആണ്, 16.4 അടി. അത്രയുണ്ടല്ലേ. അപ്പോൾ ഇത് എത്ര മൂട് വെച്ചിട്ടുണ്ട് ഇവിടെ? ഇത് 200 മൂടോളം ഉണ്ട്. 200 മൂടോളം. പിന്നെ അതിനിടയ്ക്ക് മറ്റേ നമ്മുടെ ബാക്കിയുള്ള കൃഷികളെല്ലാം കവുകൊക്കെ പഴയ നമ്മൾ മുമ്പേ കണ്ടത് അത് തന്നെ. ജിനു, ഇത് ഈ PVC അല്ലേ? അതെ. ഇതെന്തിനാ? ഇത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് അട്ടക്കാലം നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. സാധാരണ PVC പൈപ്പ് പിടിക്കും, എന്നാൽ പോലും ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട്. ഇതിപ്പോൾ എത്ര വർഷമായത്? ഇത് ഇത് ഇപ്പോൾ 8 മാസം ആകുന്നു. 8 മാസമായിട്ടുള്ളൂ. ഇതിൽ കായ് പിടിക്കാൻ എത്ര നാൾ വരും? ഇത് ഒരു വർഷം. ഇതിന് പ്രത്യേകിച്ച് വളം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു? ഇതിനകത്ത് തന്നെ ചാണകവും ജൈവാമൃതവും അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇഞ്ചിയൊക്കെ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഇഞ്ചിയൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി, വീട്ടിലെ ആവശ്യങ്ങൾക്ക് എല്ലാം ഉണ്ടല്ലേ? മിക്സഡ് ആണ് എല്ലാ സാധനങ്ങളും ഉണ്ട്. താഴെ കണ്ടതുപോലെ നമ്മൾ മിക്സഡ് ആണ്. ഇതിനകത്ത് ചേനയുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ടില്ലേ? അതെ, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇതിന്റെ ഇത് വെച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ? ഡ്രാഗൺ ഫ്രൂട്ട് 100 മൂട് വെച്ചിട്ടേ ഉള്ളൂ. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചതാണ്. ജിനു, ഇത് അപ്പച്ചനാണോ? അതെ. ഫാദർ അല്ലേ? അതെ, ഫാദറാണ്. ഓക്കെ. അദ്ദേഹം ഇവിടുത്തെ പഴയ കൃഷിക്കാരനാണ്. ഓക്കെ. ഞാനില്ലാത്ത സമയത്ത് അച്ഛനാണ് ഇത് മെയിനായിട്ട് നോക്കുന്നത്. ശരി. ഓക്കെ. അപ്പോൾ ജിനുവിൻ്റെ കൃഷിയെല്ലാം ഞാൻ കണ്ടു. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. എന്തായാലും നിങ്ങളൊരു പ്രവാസിയായിരിക്കുന്ന സമയം തന്നെ ഇവിടെ നാട്ടിൽ ഇത്ര ഏക്കർ വെറുതെ തരിശിടാതെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കൃഷി ചെയ്തു. ഇപ്പം ഇത് കാണുന്ന ആളുകൾക്ക് ഇതൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയൊക്കെ നാട് വിടാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ യുവത്വം ഇവിടെ കൃഷിയിലേക്ക് തിരിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഒത്തിരി സന്തോഷം വരാൻ കഴിഞ്ഞതിൽ, കാണാൻ കഴിഞ്ഞതിലൊക്കെ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇനിയും താങ്കളുടെ ഈ പരിപാടികൾ, ഈ കൃഷി രീതികളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ, കൂടുതൽ അവാർഡുകളൊക്കെ കിട്ടട്ടെ എന്ന്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ. ഓക്കെ.